കർത്താവ് പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സുഖത്തിലും ദുഃഖത്തിലും പ്രശ്നങ്ങളിലും സന്തോഷങ്ങളിലുമെല്ലാം ഒരുപോലെ പ്രതികരിക്കുവാൻ സാധിക്കുന്ന മനോഭാവമാണ് സൗമ്യത. മോശയെ ഇസ്രായേൽ ജനം ശക്തമായി എതിർത്ത നാളുകളുണ്ടായിരുന്നു. സ്നേഹം കൊണ്ട് മൂടിയ നാളുകളുണ്ടായിരുന്നു. വിശ്വാസമർപ്പിച്ച നാളുകളുണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെയും അദ്ദേഹം ഒരുപോലെ ദൈവസന്നിധിയിലും മനുഷ്യരുടെ ഇടയിലും പ്രതികരിച്ചു എന്നുള്ളതാണ് മോശയെക്കുറിച്ച് ഭൂതലത്തിലുള്ള മനുഷ്യരിൽ സൗമ്യനെന്ന് പറയാൻ കാരണം. അപ്രകാരം സൗമ്യതയോടെ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച ഒരു വന്യ പുരോഹിതനാണ് നമ്മിൽ നിന്ന് ഇപ്പോൾ വേർപെട്ടു പോകുന്ന വന്യ മാത്യൂസ് അച്ഛൻ. മലാഖി പ്രവചനത്തിൽ പറയുന്നു, പുരോഹിതൻ തൻ്റെ അധരങ്ങളെ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കേണ്ടവനാണ്. പുരോഹിതൻ്റെ അധരം പരിജ്ഞാനം നിറഞ്ഞിരിക്കണം. ജ്ഞാനത്തോടെ സംസാരിക്കുകയും ജ്ഞാനത്തോടെ ഇടപെടുകയും ചെയ്യാൻ സാധിച്ച ഒരു വന്യ പുരോഹിതനായിരുന്നല്ലോ വന്യ അച്ഛൻ. അച്ഛനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു നല്ല അധ്യാപകനായി, നല്ല ഒരു ഇടയ ശ്രേഷ്ഠനായി ജീവിക്കാൻ സാധിച്ചു. ഈ ദേശത്തെ മുഴുവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം, ഈ ദേശത്തിന് നമുക്കറിയാം, പൂർവ്വപിതാവായ അബ്രാഹാം ചെന്ന സ്ഥലങ്ങളിൽ ഹിത്യര് പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അബ്രാഹാമിൻ്റെ ജീവിതം കണ്ട ജാതികളാണ് അപ്രകാരം ഒരു സാക്ഷ്യം നൽകിയത്. അതുപോലെ ജാതിമത ഭേദമന്യേ ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ്റെ വേർപാട് ദുഃഖകരമാണെങ്കിലും ദൈവികമായ സന്നിധിയിൽ ദൈവമെല്ലാ ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ പ്രസംഗങ്ങൾ വളരെ ഷോർട്ട് സർമണാണ് അച്ഛൻ ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ഓരോ വാക്കുകളും വളരെ അർത്ഥസമ്പുഷ്ടവും ഹൃദയസ്പർശകവുമായിരുന്നു. ഞാൻ വൈദികനായി പലപ്പോഴും ഈ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത നാളുകളിൽ എന്നെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഈ സമയത്ത് വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സഹോദരി, ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഐത്തലപ്പള്ളിയിൽ മിടവാംഗമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, കുറേ വർഷങ്ങൾക്ക് മുൻപേ കുറേ നാളുകൾ ആ സഹോദരിയുടെ ഭവനത്തിൽ വന്ന് താമസിച്ച് ഐത്തലപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട അച്ഛന് ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു മകളെ എൻ്റെ ഒരു കസിൻ ബ്രദർ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്രകാരം ബഹുമാനപ്പെട്ട അച്ഛനുമായി ബന്ധുതയുടെ ഇതിലും ഒരു വന്യപുരോഹിതൻ എന്ന രീതിയിലും എന്നെ വളരെയേറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തത് ഈ സമയത്ത് ഓർക്കുന്നു. അച്ഛന് ഇമ്പങ്ങളുടെ പ്രതീക്ഷാൽ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ക്നാനായ സമുദായത്തിലെ എല്ലാ വൈദികർക്ക് വേണ്ടിയും, പ്രത്യേകാല റാന്നിയിലുള്ളതായ ആ വൈദിക കൂട്ടായ്മയ്ക്ക് വേണ്ടിയുമുള്ള എല്ലാ അനുശോചനങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. മുൻ വികാരി ജനറലായിരുന്ന വന്ദനായ ബഹുമാനപ്പെട്ട പ്രസാദ് കോവൂർ കശീശ ഇപ്പോൾ അല്പസമയം അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിവന്യ തിരുമേനിമാരെ, വന്യ കോർപ്പിസ്കോപ്പ് അച്ഛന്മാർ, വൈദിക സഹോദരങ്ങൾ, ശമാശന്മാർ, വിശ്വാസികളുടെ സമൂഹമേ, ഒരളവ് വരെ ദുഃഖസാന്ദ്രമായ ഒരു പശ്ചാത്തലത്തിൽ നാം ഇവിടെ ആയിരിക്കുകയാണ്. മൗനം വാക്കുകളേക്കാൾ വാചാലമാണ് എന്നതുപോലെ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് പ്രകടമാകുന്ന ആ മൗനത്തിൻ്റെ അംശം ബഹുമാനപ്പെട്ട അച്ഛനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. അബ്രഹാമിനോട് യഹോവയാകുന്ന ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അത് പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അബ്രഹാം യാത്ര തിരിച്ചു. 10 പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് വന്യനായിരിക്കുന്ന കെ.സി. മാത്യൂസ് അച്ഛൻ അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഈ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠമായ വിളിയോടനുകൂലമായി പ്രതികരിക്കുകയും ചെങ്ങളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം മാറ്റുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ട്രിവാൻഡ്രത്ത് വന്ന ആ ദിവസം മുതൽ ഇന്നുവരെയും ഈ ദേശത്തിൻ്റെ മുഴുവൻ ഒരു കണ്ണിലുണ്ണിയായി തന്നെ ജീവിച്ചു എന്ന് പറയുന്നതിൽ ഒട്ടും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വൈദികനായ ആ കാലഘട്ടം മുതലുള്ള പരിചയമാണ്. ഒരു നല്ല ഭരണകർത്താവിനെ, വളരെ ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ശ്രേഷ്ഠനായ പുരോഹിതനെയൊക്കെയാണ് ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛനിൽ എനിക്ക് അന്ന് ദർശിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട രാജൻ കുളമടെ അച്ഛൻ പറഞ്ഞതുപോലെ സൗമ്യത കൊണ്ട് ഭൂമിയെ കീഴടക്കുവാൻ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ക്രിയാരൂപം സ്വീകരിച്ചവനാണ് വന്യ മാത്യൂസ് കോർ അച്ഛൻ എന്ന്
ഞാൻ വിശ്വസിക്കുകയാണ്. ആ കാലഘട്ടങ്ങളിൽ ഓർക്കുകയാണ്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഓരോ അസോസിയേഷൻ നടക്കുമ്പോഴും അവിടെ വരാറുണ്ട്. ചൂടേറിയ ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ചൂടേറിയ ചർച്ചകൾ അവിടെ നടന്നാലും അവിടെ ഏറ്റവും അവസാനം മാത്യൂസ് അച്ഛൻ്റെ ഒരു വാക്കുണ്ട്. ആ വാക്ക് പൊതുവെ എല്ലാവരും സ്വീകരിക്കും. അത്രമാത്രം ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ആയിരുന്നു പ്രിയപ്പെട്ട മാത്യൂസ് അച്ഛൻ എന്നുള്ളതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെ ഒരു നിറകുടമായ, സൗമ്യതയുടെ ഒരു നിറകുടമായ ഒരു മാന്യവ്യക്തി. ദൈവത്തോട് ചേർന്ന് തൻ്റെ ഈ പൗരോഹിത്യ വേല ഈ പള്ളിയിൽ ഏറെക്കാലം ശുശ്രൂഷിച്ചു എന്നതോടൊപ്പം തന്നെ ഈ ദേശത്തുള്ള നാനാജാതി മതസ്ഥരും വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമൊക്കെയായി ഏറ്റവും ആരോഗ്യകരമായ, വളരെ സൃഷ്ടിപരമായ, നല്ല അതിബലവത്തായ ഒരു സൗഹൃദ ബന്ധം അദ്ദേഹത്തിന് മെനഞ്ഞെടുക്കുവാനും സാധിച്ചു. അബ്രഹാമിനോട് കൂടെ ദൈവം ഇരുന്നതുപോലെ മാത്യൂസ് അച്ഛനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഇന്ന് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ മറ്റ് മന്ത്രിമാരുൾപ്പെടെ അനേകം ആളുകൾ ഇവിടെ വന്ന് അന്ത്യ ഉപചാരം അർപ്പിക്കുന്നത്. വന്യ അച്ഛൻ്റെ ശിഷ്യഗണങ്ങളിൽ നിന്ന് ഒരു വലിയ വിഭാഗം ആളുകൾ സമുന്നതമായിരിക്കുന്ന സ്ഥാനങ്ങൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് ഭരണ കേന്ദ്രങ്ങളിലൊക്കെ എത്രത്തോളം സ്വാധീനം അത് മുഖാന്തരമായി ലഭിച്ചു എന്നുള്ളതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം എത്ര സൗമ്യനായി, എല്ലാവരോടും എത്ര സ്നേഹസമ്പന്നനായി അദ്ദേഹം പെരുമാറി. ഈ പള്ളിയിൽ ഞാൻ വന്നിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെയും ഈ അടുത്ത സമയത്ത് വരെയും ഞാൻ ഓർക്കുകയാണ്, പ്രിയ മാത്യൂസ് അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമായിരുന്നു. തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കേണ്ടുന്ന പ്രത്യേക സന്ദർഭങ്ങളിലെല്ലാം എഴുന്നേറ്റ് തന്നെ നിന്ന് ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു. ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന നാളുകൾ വരെയും ദേവാലയവുമായി, ആരാധനയുമായി വളരെ നല്ല ഒരു ബന്ധത്തിലാണ് പ്രിയപ്പെട്ട അച്ഛൻ ജീവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ അവസരം ഞാൻ അച്ഛനെ ഓർക്കുമ്പോൾ നമ്മൾ നിന്ന് ഭാഗ്യമോടെ വാങ്ങിപ്പോയ ചരുവറമ്പിലച്ഛനെ കൂടി ഓർത്തു പോവുകയാണ്. ചരുവറമ്പിലച്ഛൻ അദ്ദേഹം ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം, മോനെ, എൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹമാണ് ഇനിയും ശേഷിക്കുന്നത്. എന്താണച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മരണം വരെയും വിശുദ്ധ ബലിപീഠവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഒരു ഭാഗ്യം ലഭിക്കണം. ഒരു പുരോഹിതനുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരാഗ്രഹമാണത്. ദൈവം അത് അദ്ദേഹത്തിന് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. മരിക്കുന്നതിൻ്റെ തലേ ഞായറാഴ്ച പോലും വിശുദ്ധ ബലി അർപ്പിച്ച് ആ ആഴ്ചയിൽ പെട്ടെന്നൊരു പനി വന്നു. 2-3 ദിവസം കൊണ്ട് അദ്ദേഹം ലോകത്തോട് വിടവാങ്ങുകയായിരുന്നു. ഏതാണ്ട് അതേ മാതൃകയിൽ തന്നെ മാത്യൂസ് അച്ഛനും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ മുഴുവനും ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. അച്ഛൻ്റെ നമുക്ക് പങ്കുവെച്ച് തന്ന ആ സ്നേഹവും മഹത്തായ മാതൃകയുമൊക്കെ ഇനിയും നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടട്ടെ. വന്യച്ഛൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിന്, ഇടവകയുടെ മുഴുവൻ ദുഃഖത്തിൽ പങ്കാളികളാകുന്നതിന്, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഇവിടെ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. എങ്കിലും എന്തുകൊണ്ടൊക്കെയോ ചിലപ്പോൾ വിരൽ ഞാൻ എന്നിലേക്ക് തന്നെ ചൂണ്ടുകയാണ്. കാരണം ഒരു വൈദികൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനയുടെ സംക്ഷിപ്തം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന വേളയിലൊക്കെ അച്ഛന്മാരെ സ്മരിച്ചുകൊണ്ട് നടത്തുന്ന പ്രമീയൻ സദറായിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദൈവമേ, നിൻ്റെ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടുള്ള ഈ കണ്ണുകൾ അഗ്നിക്കും കാരണമായി ഭവിക്കരുതേ. അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ആഘോഷിച്ചിട്ടുള്ള കൈകൾ ചിതലുകൾക്ക് ആകാരമായി തീരരുതേ. അങ്ങയുടെ വിശുദ്ധമായിരിക്കുന്ന ദർഗയിൽ പദവിയിൽ ചവിട്ടിയിട്ടുള്ള ഈ കാലുകൾ അഗ്നിക്കിരയാവരുതേ. ഒരു വൈദികൻ്റെ കൈകളും ഒരു വൈദികൻ്റെ കാലുകളും കണ്ണുകളും എല്ലാം എത്രയോ ദൈവത്തിന് ശ്രേഷ്ഠമാകുന്നു, എത്രമാത്രം വിലമതിച്ചതാകുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഈ പ്രാർത്ഥനയിലൂടെയൊക്കെ നമുക്ക് തരുന്നത്. അച്ഛൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്നിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എൻ്റെ കണ്ണുകളുടെ അവസ്ഥ എന്താവും? എൻ്റെ നാവിൻ്റെ അവസ്ഥ എന്താവും? എൻ്റെ കൈകാലുകളുടെ അവസ്ഥ എന്താവും? വിശ്വാസി സമൂഹമേ, നിങ്ങളുടെയും ചിന്തയും ഇത് തന്നെയാവട്ടെ. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ബഹുമാനപ്പെട്ട അച്ഛന് ലഭിച്ച ഈ ഭാഗ്യകരമായിരിക്കുന്ന ഇമ്പങ്ങളുടെ പരദേശിയുടെ അനുഭവം നമുക്കും ലഭ്യമാവട്ടെ എന്നുള്ള വിനീതമായ പ്രാർത്ഥനയോടുകൂടെ അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ ഒരളവ് വരെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വാസ്തവത്തിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു വലിയ പ്രമോഷനോടുകൂടെ സ്ഥലം മാറി ഇമ്പങ്ങളുടെ പരദേശിയിലേക്ക് വന്യവൈദികൻ യാത്രയാകുമ്പോൾ നാം സന്തോഷിക്കുകയാണ്. പക്ഷേ സ്വാഭാവികമായ ദുഃഖം നമുക്കുണ്ടാവും. ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട
പ്രസാദിച്ചിനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഈ ഇടവകയുടെ ചാരിറ്റി മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഇടവകക്കാരുടെ ഒരു വലിയ കൂട്ടായ്മയായ സെൻറ്റ് ഇഗ്നേഷ്യസ് ചാരിറ്റി ഫോറത്തിൻ്റെ പ്രവർത്തകർ ബഹുമാനപ്പെട്ട വല്യച്ഛനോടുള്ളതായ സ്നേഹത്തെ പ്രതി ഇപ്പോൾ ബൊക്ക സമർപ്പിച്ച് അനുശോചനം അറിയിക്കുന്നു. അടുത്തതായി ദീർഘകാലം ഈ ഇടവകയുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട മാത്യുസച്ചനുമായി ഏറെ സൗഹൃദ ബന്ധവും ഗുരുതുല്യമായ സ്നേഹവുമൊക്കെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കൂട്ടോത്രയച്ചൻ ഇപ്പോൾ അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കും. എത്രയും വന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പിതൃതുല്യം സ്നേഹിച്ച് എല്ലാവിധത്തിലുള്ളതായ കൈത്താങ്ങലുകളും നല്ല നിർദ്ദേശങ്ങളും തന്ന് 1998 മുതൽ 2000 വരെയുള്ളതായ എൻ്റെ ഇടവയിലെ വൈദിക ശുശ്രൂഷയിൽ കൈപിടിച്ച് എന്നെ നടത്തി വളരെ സ്നേഹിച്ച് ക്രമീകരിച്ച് എല്ലാ നന്മകളും നേർന്നതായ അച്ഛനെ ഒരിക്കലും മറക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, അല്പം കവിത എഴുതുന്ന ഒരു സ്വഭാവം എന്നിലുണ്ട്. അങ്ങനെ ഒരു ദിവസം സെമിനാരിയിൽ പഠിക്കുന്നതായ കാലഘട്ടത്തിൽ ഒരു കവിത എഴുതി ഞാൻ ജ്ഞാനായ ദീപത്തിൽ പബ്ലിഷ് ചെയ്തപ്പോൾ അത് വായിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് ഒരു ലെറ്റർ എഴുതുകയുണ്ട്. ഇന്നും ഞാൻ എൻ്റെ ആ കവിത എഴുതുന്ന ഒരു ഡയറിയിൽ അത് ആദ്യം തന്നെ എഴുതി ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ പിന്നീട് ഒരുപാട് കവിതകൾ എഴുതുവാനായിട്ട് എനിക്ക് പ്രചോദനമുണ്ടായത്. അച്ഛൻ അന്ന് എന്നോട് കവിതാരൂപത്തിൽ തന്നെയാണ് ആ കത്തെഴുതി. ഞാൻ അത് ഇപ്പോഴും ഓർക്കുന്നു. വായിച്ചു സോദര, ഞാൻ നിൻ കവിതകൾ എഴുതുക നിർത്താതെ നീ എപ്പോഴും അത് ഇമ്പമായി ഈണമായി എന്ന് പറഞ്ഞുകൊണ്ട് 3-4 വരികൾ അതിൽ എഴുതിയിരുന്നു. വാസ്തവത്തിൽ അച്ഛൻ വളരെ നല്ല വായനാശീലവും കവിതാപാരായണവും അതുപോലെ തന്നെ അതിൽ വളരെ ശ്രദ്ധയോടുകൂടി കവിതകൾ പാടുവാനും ചൊല്ലുവാനും ഒക്കെ ഉള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ ഈ ദേശത്തിന്, ഈ ഇടവകയ്ക്ക് എപ്പോഴും വലിയ സ്നേഹനിധിയായിരുന്നു. വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുവാനും സംസാരിക്കുവാനും, എന്നെയും അതുപോലെ എനിക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന വികാരി ആയിട്ട് ഇവിടെ സേവനം ഏകദേശം 9 വർഷക്കാലം ഇവിടെ ശുശ്രൂഷിച്ചതായ ബഹുമാനപ്പെട്ട എയോ ജോൺ അച്ഛനെ ഒക്കെ വളരെയധികം കൈപിടിച്ച് നടത്തിയത് അച്ഛനാണ്. ഇവിടെ കടന്നു വരുവാനും എനിക്കുള്ളതായ വലിയ ഒരു ആഗ്രഹവും സന്തോഷവും അതുതന്നെയാണ്. അച്ഛൻ വേർപാട് ഒരു ദുഃഖമാണെങ്കിലും അച്ഛൻ്റെ വേർപാടിൽ ഞാൻ ഇവിടെ കടന്നു വന്ന് അതിലേറെ സന്തോഷിക്കുന്ന ഒരു കാരണം, സ്തുതിയോഗ്യപ്പെട്ട പരിശുദ്ധ സുറിയാനി സഭയുടെ ക്രമീകരണം അനുസരിച്ച് യഥായോഗ്യം നല്ല ഒരു വേർപാട് പ്രാപിക്കുവാനായിട്ട് അച്ഛന് സാധിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ ഞാൻ അതിൽ സന്തോഷിക്കുകയാണ്. കാരണം നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് ദൈവത്തിൻ്റെ ആ സ്വർഗീയമായി ദൈവം ഒരുക്കിയിരിക്കുന്നതായ സ്ഥാനങ്ങളിലേക്ക് ചെന്നു ചേരുവാൻ, അവിടെ ഒരു സ്ഥാനം കൈവരിക്കുവാൻ ജീവിതത്തിൻ്റെ മഹത്വം കൊണ്ടും നല്ല സ്വഭാവശുദ്ധി കൊണ്ടും സ്നേഹം കൊണ്ടും എല്ലാവരെയും കീഴ്പ്പെടുത്തിയ ഒരു വന്യ വൈദികൻ. അദ്ദേഹം ഞങ്ങൾക്ക് ഏവർക്കും മാതൃകയാണ്. അദ്ദേഹം ഒരിക്കലും മറക്കാത്ത ഒരു സ്മരണ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബങ്ങളോടുള്ള അനുശോചനവും, ഇടവകയുടെ ഉള്ള എല്ലാവർക്കുമുള്ള അനുശോചനവും, ദേശത്തിനോടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം ഈ കർത്തദാസൻ്റെ ആത്മാവിന്, ഈ വൈദിക ശ്രേഷ്ഠന് ആ നിത്യജീവനിൽ എത്തിച്ചേരുവാൻ അവിടെ ദൈവത്തോടു കൂടെ ആയിരുന്നുകൊണ്ട് മേൽപ്പെട്ടവരുകൾ സ്വർഗീയ മാലാഖമാരോടൊപ്പം സ്തുതിക്കുവാനുള്ളതായ ആ സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ആ കൂട്ടോത്രയച്ചനോടുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സമീപ ഇടവകയായ പയസ്റ്റൻ ജ്ഞാനായ കത്തോലിക്ക ഇടവകയുടെ വികാരിയച്ഛനും അവിടുത്തെ സിസ്റ്റേഴ്സും ഇടവകക്കാരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ ആ ഇടവകയുമായി ഏറെ സൗഹൃദപരമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അച്ഛൻ്റെ കുടുംബപരമായും ആ ഇടവകയ്ക്ക് ഏറെ ബന്ധമുണ്ട്. അച്ഛൻ്റെ താഴ്വഴിയിൽ പല ബന്ധങ്ങളും ആ ഇടവകയുമായിട്ടുണ്ട്. ഇപ്പോൾ അവരൊന്നിച്ച് ചേർന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ഒപ്പീസ് ചൊല്ലുന്നതായിരിക്കും. കരുണയുള്ള കർത്താവേ, നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നു നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിൻ്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിൻ്റെ ഈ ദാസൻ
മാത്യൂസ് കശീശയെ ആശ്വസിപ്പിക്കണമേ. ജീവൻ്റെ മരണത്തിൻ്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എൻ്റെ കർത്താവെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവൻ്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശൂണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ